വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം. അധ്യായം 4, 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. മരുഭൂമിയിലെ പരീക്ഷ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആദരിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തുവന്ന് അവനെ ശുശ്രൂഷിച്ചു. നോമ്പുകാലം, ക്രിസ്തീയ ശിക്ഷണത്തിനുള്ള കാലം. ക്രൈസ്തവ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യത്തോടുകൂടെ നോക്കിക്കാണേണ്ട ഒരു കാലഘട്ടമാണല്ലോ നാം കടന്നു വരാൻ പോകുന്ന ഈ നോമ്പുകാലം. ഇന്ന് ലോകത്തിലെ എല്ലാ മുഖ്യധാര മതങ്ങളും നോമ്പിനും ഉപവാസത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. മതങ്ങളിൽ അതിന്റെ പൗരാണിക നോക്കുമ്പോൾ ശ്രദ്ധേയമായിട്ടുള്ളൊരു മതമാണ് യഹൂദമതം. ക്രിസ്തുമതത്തിന്റെ തന്നെ അടിവേരുകൾ കണ്ടെത്താൻ ഇടവരുന്ന ഒരു മതസംസ്കാരമാണ് യഹൂദമതം എന്ന് നമുക്കറിയാം. യഹൂദമതത്തിലെ നോമ്പിനും ഉപവാസത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇടവരും. അവരുടെ ചിന്താരീതി അനുസരിച്ച് സ്വർഗം സമ്പാദിക്കുന്നതിന് ഉള്ള ഒരു ഉപാധിയാണ് നോമ്പ് ഉപവാസം. നോമ്പും ഉപവാസവും കൊണ്ടും ദാനധർമ്മം കൊണ്ടും സമ്പാദിക്കാവുന്ന ഒന്നാണ് സ്വർഗം. ഇതാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് എന്തുമാത്രം നോമ്പ് നോക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നുവോ അത്ര കണ്ട് സ്വർഗപ്രാപ്തി സുരക്ഷിതമാകുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച്. യഹൂദ ചിന്ത ഇപ്രകാരമാണ് എന്ന് വരികിൽ ക്രൈസ്തവ ചിന്ത ഇതിൽ നിന്ന് വളരെ വിഭിന്നമാണ്. നോമ്പ് കൊണ്ട് നേടാവുന്ന ഒന്നല്ല സ്വർഗരാജ്യം. ഉപവാസം കൊണ്ട് പിടിച്ചെടുക്കാവുന്നത് ഒന്നുമല്ല ദൈവരാജ്യം. ദൈവരാജ്യം സ്വായത്തമാക്കണമെന്ന് വരികിൽ മനുഷ്യന്റെ മനസ്സ് വിശുദ്ധമായിരിക്കണം. മനസ്സിനെ വിശുദ്ധീകരിക്കാൻ ഉപകരിക്കുന്ന ഒരു ഉപാധി എന്ന രീതിയിൽ നോമ്പിനെ നോക്കിക്കാണാൻ ഇടവരിക എന്നുള്ളതാണ് ക്രൈസ്തവ വീക്ഷണം. യേശുക്രിസ്തു തന്നെ ഇന്നത്തെ സുവിശേഷത്തില് നാം വായിക്കുന്ന പോലെ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു എന്നാ പറയുന്നത്. ക്രൈസ്തവ വീക്ഷണമനുസരിച്ച് 40-ലേറെ ദിവസങ്ങൾ ഉപവസിച്ച വ്യക്തി യേശുവിനേക്കാൾ കൂടുതൽ സ്വർഗരാജ്യത്തിന് അർഹനാണ് എന്ന ധാരണ ക്രൈസ്തവ വീക്ഷണമല്ല. ഉപവാസത്തിലെ 40 കുറച്ച് കുറഞ്ഞതുകൊണ്ട് സ്വർഗരാജ്യം നിഷിദ്ധമാണ് എന്നും വരുന്നില്ല. യേശു ഉപവസിച്ചു എന്ന് പറയുമ്പോൾ നോമ്പിന്റേതായിട്ടുള്ള ചൈതന്യത്തിലേക്ക് യേശു കടന്നു വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. യേശുവിന്റെ ജീവിതത്തിന് ഒരുക്കമായിട്ട് തന്നെ തന്നെ ഒരുക്കുന്നതിനുള്ള ഉപാധികളായിട്ട് നോമ്പിനെയും ഉപവാസത്തെയും യേശു കണ്ടു. ഇതാണ് ക്രൈസ്തവ വീക്ഷണം.
അങ്ങനെ വരുമ്പോൾ നോമ്പിന്റേതായിട്ടുള്ള അരൂപിയിലേക്കാണ് ക്രിസ്തു മതം ഉന്നം വയ്ക്കുന്നത്. എന്താണ് ഈ നോമ്പിന്റെ അരൂപി എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ഈ നോമ്പ് എന്നുള്ളത് നാം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പരമ്പരാഗതമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ നിന്ന് അല്പം വ്യത്യാസപ്പെട്ട് സ്വതന്ത്രമായിട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നോമ്പ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു ശിക്ഷണ പ്രക്രിയ ലഭിക്കുന്നതിനുള്ള ഒരു അവസരമാണ്. ശിക്ഷണം എന്ന് പറയുമ്പോൾ അതിൽ ശിക്ഷയുണ്ട്, അതിൽ രക്ഷയുണ്ട്. രണ്ടും കൂടിയാകുമ്പോഴാണ് ശിക്ഷണം. ശിക്ഷ ലഭിക്കേണ്ടതിന് ശിക്ഷ ലഭിക്കണം, പരിരക്ഷ ലഭിക്കേണ്ടതിന് പരിരക്ഷ ലഭിക്കണം. അതിൽ തല്ലിലുണ്ട്, അതേ സമയത്ത് തന്നെ തലോടലുണ്ട്. തല്ലുക എന്ന് പറഞ്ഞാൽ ആരെ തല്ലണം? അവനാനെ തല്ലണം. ആരെ തലോടണം? അവനാനെ തലോടണം. എന്ന് വെച്ചാൽ വളർത്തിക്കൊണ്ടുവരേണ്ടത് നാം വളർത്താൻ പരിശ്രമിക്കണം, ഉപേക്ഷിക്കേണ്ടത് നാം ഉപേക്ഷിക്കാൻ തയ്യാറാകണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലതരം ശീലങ്ങളുടെ തണലിൽ ജീവിക്കാൻ ഇടവരുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. മനുഷ്യനിലുള്ള പല ശീലങ്ങളും ചിലത് ദുശീലങ്ങളാകാം, മറ്റു ചിലത് നല്ല ശീലങ്ങളാകാം. അപ്പോ നോമ്പിന്റെ ചൈതന്യം എന്ന് പറയുന്നത് ശിക്ഷണം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ദുശീലങ്ങള് അവ ഏവയാണെന്ന് കണ്ടുപിടിച്ച് അവയെ നാം വർജിക്കാൻ ഇടവരിക. അതാണ് തല്ലുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് ശിക്ഷ. മനുഷ്യനിലുള്ള ദുശീലങ്ങള് പലതരത്തിലും പല തലങ്ങളിലും നമുക്ക് കണ്ടെത്താം. സാമാന്യം ബാഹ്യമായിട്ട് കാണുന്ന പ്രവർത്തനങ്ങളിലുള്ള ദുശീലങ്ങളാണ് മദ്യപാനം, അതൊരു ദുശീലമാണ്. മയക്കുമരുന്ന് അതൊരു ദുശീലമാണ്. പുകവലി അതൊരു ദുശീലമാണ്. അങ്ങനെ പല ദുശീലങ്ങള് വ്യാപകമായ രീതിയിൽ മനുഷ്യന്റെ പ്രവർത്തന ശൈലിയിൽ വരുന്നു. ദുശീലങ്ങളായ ഇവയെ നിയന്ത്രിക്കാൻ മനുഷ്യന് സാധിക്കണം. അതാണ് നോമ്പുകാലത്തിന്റെ പ്രത്യേക ചൈതന്യം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ദുശീലം ഇത് മാത്രമല്ല, ഇതിനേക്കാൾ ആഴത്തിൽ മനുഷ്യനെ ദൂഷ്യം ചെയ്യുന്ന ശീലങ്ങളും മനുഷ്യനിലെ ദുശീലമായിട്ടുണ്ട്. അഹങ്കാരം ദുശീലമാണ്. ഒരു തരം പൊങ്ങച്ചം ദുശീലമാണ്. അലസത ദുശീലമാണ്. മടി ദുശീലമാണ്. കളവ് ചെയ്യുക ദുശീലമാണ്. അസൂയ ദുശീലമാണ്. സ്വാർത്ഥപരമായ ചിന്ത അത് വർജിക്കേണ്ട ദുശീലമാണ്. പ്രായോഗിക ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ ഇടവരുന്നതാണ് മുൻകോപം. വർജിക്കേണ്ട ഒരു ദുശീലമാണ്. ഈ തരത്തിലുള്ള മനുഷ്യന്റെ ദുശീലങ്ങളെ കണ്ടെത്തി ആ ദുശീലങ്ങളുടെ പ്രകാശനം ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ അവയെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു മനസ്ഥിതി മനുഷ്യനിൽ വളർത്തിയെടുക്കാൻ സാധിക്കുക. ഇതാണ് നോമ്പുകാലത്ത് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. ഇതിനാണ് ശിക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള തല്ലൽ മനുഷ്യൻ നിർവഹിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം. തലോടില് എന്ന് പറഞ്ഞാൽ പരിരക്ഷ കൊടുക്കേണ്ടതിന് പരിരക്ഷ കൊടുക്കാൻ സാധിക്കണം. മനുഷ്യനിലുള്ള നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ സാധിക്കണം. സത്യം പറയുന്ന ഒരു ശീലം, സത്യസന്ധത അതൊരു നല്ല ശീലമാണ്. സഹായ സന്നദ്ധത അതൊരു നല്ല ശീലമാണ്. സഹിഷ്ണുത അതൊരു നല്ല ശീലമാണ്. എളിമ അതൊരു നല്ല ശീലമാണ്. ക്ഷമ അതൊരു നല്ല ശീലമാണ്. ഈ നല്ല ശീലങ്ങൾ ഏവയാണ് നമുക്ക് കൂടുതൽ അനുയോജ്യമായ രീതിയിൽ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ദുശീലങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം. അതേ സമയത്ത് തന്നെ പരിപോഷിപ്പിക്കേണ്ട നല്ല ശീലങ്ങളെ പരിപോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇതിന് പ്രത്യേകമായിട്ട് നീക്കിവെച്ചിരിക്കുന്ന ഒരു അവസരമായിട്ട് നോമ്പുകാലത്തെ നമുക്ക് കാണാൻ സാധിക്കണം. ഏതാനും നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ഭക്താഭ്യാസങ്ങളോ പ്രാർത്ഥനകളോ നോമ്പോ ഉപവാസോ യാന്ത്രികമായിട്ട് നടത്തിയത് കൊണ്ട് യാതൊന്നും മനുഷ്യനിലെ നന്മയായിട്ട് വരാൻ ഇടയില്ല. നന്മയായിട്ട് അതിൽ നിന്ന് ഭവിക്കണമെന്ന് വരികില് വളരെ ബോധപൂർവം എന്റെ ഇന്ന ദുശീലം മാറ്റുന്നതിന് വേണ്ടി ഞാൻ ഇന്നത് ചെയ്യുന്നു, എന്റെ ഈ ശീലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ എന്നെ തന്നെ കുറെ കൂടി ശിക്ഷണം ഞാൻ നൽകുന്നു, നിയന്ത്രിക്കുന്നു എന്ന രീതിയിൽ ബോധപൂർവം നടത്തുക. ആ നടത്തുന്നതിന്റെ ഫലമായിട്ട് മനുഷ്യനുണ്ടാകുന്ന വിശുദ്ധി,
ഈ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ രക്ഷയിലേക്ക് കടന്നു വരിക. ഇതാണ് ക്രൈസ്തവ വീക്ഷണം. ഇങ്ങനെ ഈ തല്ലലും തലോടലും മനുഷ്യന്റെ പ്രായോഗിക ജീവിതത്തിൽ വളരെ ഫലപ്രദമായിട്ട് നടത്താവുന്ന ഒരു രീതി എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഞാൻ നിങ്ങളോട് പറയാം. ഇംഗ്ലീഷിലെ 2 കൊച്ചു വാക്യങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും ആ രീതി നമ്മൾക്ക് മനസ്സിലാക്കണം എന്ന് വരികില്. ഇംഗ്ലീഷിലുള്ള ഒരു ചെറുവാക്യമാണ് ഐ ആം സോറി, ഞാൻ അതിൽ ഖേദിക്കുന്നു എന്ന് പറയുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള ദുശീലങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന വിഷമങ്ങള് മനസ്സിലാക്കാൻ ഇടവന്ന് അതിനോടുള്ള പ്രതികരണം എന്ന രീതിയിൽ ഞാൻ അതിൽ ആത്മാർത്ഥമായിട്ട് ഖേദിക്കുന്നു എന്ന് നമുക്ക് പ്രകാശിപ്പിക്കാൻ സാധിക്കുകയാണ് എന്ന് വരികിൽ തീർച്ചയായിട്ടും ശിക്ഷണത്തിന്റെ ഭാഗമാണ്. അത് തല്ലലാണ്. അവിടെ ഒരു ശിക്ഷയുണ്ട്, അവിടെ നോമ്പുണ്ട്, അവിടെ ഉപവാസമുണ്ട്. അതേ സമയത്ത് തന്നെ തലോടുന്ന ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി താങ്ക് യു, നന്ദി. ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുക, ആ നല്ല കാര്യം ചെയ്യുന്നതായിട്ട് കാണുമ്പോ ആ ആളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് നന്ദി പറയാൻ സാധിക്കുക. എനിക്ക് എന്തെങ്കിലും ഉപകാരം മറ്റുള്ളവർ ചെയ്തു തരുമ്പോ അതിനോട് കൃതജ്ഞത കാണിക്കാൻ സാധിക്കുക. ഈ കൃതജ്ഞത കാണിക്കുന്നത് നല്ല ശീലം വളർത്തിയെടുക്കുന്നതിനുള്ള പ്രായോഗികമായിട്ടുള്ള മാർഗമായിട്ട് നമുക്ക് ഉപകരിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ കടന്നു വരുന്ന നോമ്പുകാലം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശീലങ്ങളിൽ ദുശീലമായിട്ടുള്ളത് കണ്ടുപിടിച്ച് അവ പരിഹരിക്കാനും നിയന്ത്രിക്കാനും അവ നിർമ്മാർജ്ജനം ചെയ്യാനുമുള്ള തീവ്രമായ പരിശ്രമം ഒരു ഭാഗത്തുനിന്ന്, അതേ സമയത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല ശീലങ്ങള് കൂടുതൽ പരിപോഷിപ്പിക്കാനുള്ള തീവ്രമായ ആത്മാർത്ഥമായ പരിശ്രമം മറ്റൊരു ഭാഗത്തും ഉണ്ടാകാൻ ഇടവരിക എന്നുള്ളതാണ് ഈ നോമ്പുകാലത്തിന്റെ പ്രത്യേക ചൈതന്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്.